ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ബട്ടർ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ബട്ടർ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരമുറി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ 4 സവാള നല്ല ബ്രൗൺ കളറാക്കിയിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1/4 ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാന്താരിയാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് സാധാ പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ചിക്കൻ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഇപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടറിൽ കിടന്ന് ചിക്കനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ ബട്ടറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഈ ചിക്കൻ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അപ്പോൾ 10 മിനിറ്റിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ, ചിക്കൻ വേവാനായിട്ടുള്ളത്. അപ്പോൾ ഇത് വേവട്ടെ. ഈ സമയത്ത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/4 ഭാഗം സവാള റോസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള റോസ്റ്റ് ചെയ്യാണ്ട് സവാള ഫ്രൈ ചെയ്തും വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ കുറച്ച് വേവായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ചിക്കൻ മൂടി വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള സവാളയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ തുറന്ന് വെച്ചിട്ട് നമുക്കിത് ഈ സവാളയുടെ കൂട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എത്രയാണോ നമുക്ക് ഗ്രേവി ആവശ്യമുള്ളത് അത് വരയ്ക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ചെറുനാരങ്ങ നീര് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റും കൂടി ഇതിവിടെ കിടക്കട്ടെ. അപ്പോഴാണ് നമ്മുടെ സവാളയുടെ പേസ്റ്റൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരിക. അപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര ഗ്രേവി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഗ്രേവി ഒന്ന് വറ്റിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിതിലേക്ക് കുറച്ച് കരിവേപ്പില കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.